ഹായ് ഫ്രണ്ട്സ്. ഇത് എന്തിൻ്റെ കായാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മളിവിടെ ഒരു ആഫ്രിക്കൻ കപ്പലണ്ടി അല്ലെങ്കിൽ ആഫ്രിക്കൻ ബദാം, കപ്പലണ്ടി മരം അങ്ങനെയൊക്കെ പറയുന്ന ഒരു മരത്തിൻ്റെ കായാണ്. നമ്മുടെ പഞ്ഞിക്ക പോലെയുള്ള ഒരു കായാണ് ഇത് ഉണ്ടാകുന്നത്. അതിനുശേഷം ഇത് ഉണങ്ങിയതിന് ശേഷം ഇത് പൊട്ടിത്തെറിച്ച് ഈ കാ നിലത്ത് വീഴും. ഇത് അത്യാവശ്യം ഒരു സാമാന്യം ഭേദപ്പെട്ട സൈസിലുള്ള ഒരു വലിയ മരം പോലെ ആവും. നമ്മുടെ പഞ്ഞി മരത്തിൻ്റെയൊക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ വളർച്ചയും അതിൻ്റെ മരത്തിൻ്റെ ഷേപ്പും ശീലങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇത് അതിലുണ്ടാകുന്ന ഒരു കായാണ്. ശരിക്കും ആ പഞ്ഞിക്ക പോലുള്ള ഈ മരത്തിൻ്റെ കായ്ക്കകത്ത് ഇതുപോലുള്ള 10-30ഓളം കുരുക്കളുണ്ടാകുന്നതാണ്. ഇത് പൊട്ടിത്തെറിച്ച് വീഴും. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പറക്കിയെടുത്ത് ഉണക്കിയെടുത്ത് കഴിക്കാവുന്നതാണ്. ആൾക്കാർ ഇതിനെ വറുത്ത് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതിനെ പച്ചയും കഴിക്കാറുണ്ട്. നമ്മുടെ ഇവിടെ ഇതിന് കപ്പലണ്ടി മരം അല്ലെങ്കിൽ ബദാമിൻ്റെ ഒരു ആഫ്രിക്കൻ ബദാം അങ്ങനെയൊക്കെയാണ് ഇതിനെ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് പച്ചയ്ക്ക് കഴിക്കാം, അല്ലാതെ നമുക്കിത് വറുത്തും കഴിക്കാം. ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ കായ്ക്കൊരു നമ്മുടെ പച്ച കപ്പലണ്ടി കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മണമാണ്. ഈ ബദാമൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കഴിക്കുന്ന പോലത്തെ കൈൻഡ് ഓഫ് ഒരു ടേസ്റ്റും മണമാണ് ഇതിനുള്ളത്.